തലയിലത്തെ താരം പോകാനായിട്ട് അടിപൊളി ഒരു ടിപ്പാണ്. നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുക്കുക, കറ്റാർവാഴ എടുക്കുക, കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക കേട്ടോ. അതിലോട്ട് നമ്മൾ അവണക്കെണ്ണയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അവണക്കെണ്ണ നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. ചുവന്നുള്ളി നമ്മുടെ തലയിലത്തെ താരം പോകാനായിട്ട് വളരെ നല്ലതാണ്. ചുവന്നുള്ളി തന്നെ തലയിൽ ഉരച്ച് ആക്കണവരൊക്കെ ഉണ്ട്. കറ്റാർവാഴയും അതേപോലെ തന്നെ താരം പോകാൻ നല്ലതാണ്, മുടിയുടെ വളർച്ച കൂട്ടാനും നല്ലതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല മുടി കറുപ്പ് നിറം കൊണ്ടുവരാനായിട്ടും സഹായിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ പല പാക്കുകളായിട്ട് ഇടാൻ നിൽക്കണ്ട. ഇത് ഒരെണ്ണം കൊടുക്കുമ്പോൾ നമ്മുടെ മുടിക്ക് അത്രയും നല്ല ഗ്രോത്ത് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ താരം പോവാനും പെട്ടെന്ന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ നമ്മൾ തലയിൽ തേച്ച് കൊടുത്ത് ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മുടെ ആ തലയിലത്തെ ചൊറിച്ചിലൊക്കെ അപ്പാടെ മാറി കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം. ആദ്യം നല്ലപോലെ ചടയൊക്കെ കളഞ്ഞിട്ട് ഈരി കൊടുത്ത് നമുക്ക് ഏത് ഭാഗത്താണോ താരനുള്ളത് അവിടെ നല്ലപോലെ ചീർപ്പ് കൊണ്ട് ഉരച്ചൊന്ന് ആക്കിയെടുക്കണം. ആദ്യം തന്നെ താരനെ ഒന്ന് പൊന്തിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ താരനുള്ളപ്പോൾ തന്നെ മുഴുവനായിട്ട് ആക്കി കൊടുക്കല്ല. പിന്നെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലിലോ അല്ലെങ്കിൽ നമ്മളെ മെഷീൻ്റെ ഓയിൽ കൊടുക്കണ പാത്രത്തിലോ കൊടുത്ത്, അല്ലെങ്കിൽ അതും രണ്ടും ഇല്ലെങ്കിൽ ഒരു കോട്ടണിൽ മുക്കിയിട്ട് നമ്മൾ തലയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ആക്കി കൊടുത്ത് ആ താരനുള്ള ഭാഗത്ത് നല്ല രീതിക്ക് മസാജ് കൊടുക്കണം കേട്ടോ. കുറേശ്ശെ ആദ്യം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങി പോകും. നമുക്ക് ആ വിചാരിച്ച ഗുണം കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു മസാജും കൂടി ചെല്ലുമ്പോൾ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തലോട്ടിയുമ്മലാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്, മുടിയുമ്മലല്ല കേട്ടോ. അപ്പോൾ നിറയിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്താൽ മതി. ബാക്കി ഏത് ഭാഗത്താണോ നമുക്ക് തലയിൽ ചൊറിച്ചിലുള്ളത് അവിടെയൊക്കെ നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തലയിൽ ഈ താരം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനടി നമ്മുടെ പിരികത്തുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. പിരികത്തിനും ചൊറിച്ചിലുണ്ടാവും. പിരികം കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയില്ല. പക്ഷേ നമുക്ക് ആ ചൊറിച്ചിൽ വരുമ്പോൾ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നെറ്റിയുമ്മൽ ചെറിയ കുരുക്കളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് താരം വന്നാൽ, പെട്ടെന്ന് വന്നാൽ നമുക്ക് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മുടി അസാധാരണയേക്കാൾ കൂടുതൽ നമുക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും എന്തെങ്ങനെ മുടി പോകണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് കാരണം. പിന്നെ നമ്മുടെ തലയിൽ അഴുക്കൊക്കെ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും നമ്മുടെ താരൻ്റെ ശല്യം കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പെട്ടെന്നൊക്കെ ഒരു നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ താരം വന്നു പോവില്ലേ. അപ്പോൾ ചില രോഗങ്ങൾക്ക് നമുക്ക് താരം വരും. അതല്ലാതെ വരുന്ന താരനൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ചിലർ ചെറുനാരങ്ങ നീരൊക്കെ തേച്ച് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പിരികെത്തുമ്പോഴും ഇതിൽ നിന്ന് 2 തുള്ളി എടുത്തിട്ട് നമ്മൾ പിരികെത്തുമ്പോഴും നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക. നല്ലൊരു മസാജും കൂടി കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. നല്ല കിഡ് റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ പിരികം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം അവിടെ വെള്ള കുത്തു പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ കൊഴിഞ്ഞു പോണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.